ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പെയിൻറ്റിങ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ തന്നെ പഴയ ഒരു സാരിയിൽ ഒരു സെറ്റ് മുണ്ടിൽ ഞാൻ ഈ ഒരു ഡിസൈനാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത്. ചെത്തി എന്നുള്ള കോൺസെപ്റ്റിൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. കണ്ടപ്പോൾ എനിക്കൊരു സിമ്പിളായിട്ട് തോന്നി, അങ്ങനെ ഞാൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ തന്നെ ഒരു സാരിയിൽ ഞാൻ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഓണത്തിന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് വരയ്ക്കാനായിട്ട്. പേപ്പർ കോപ്പി എന്നുള്ളൊരു ആപ്പാണ്. അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ചൊക്കെ വരച്ചേക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ കൈ കൊണ്ട് തന്നെയാണ് വരച്ചേക്കുന്നത്. ചില ഡിസൈൻ മാത്രം ഞാൻ അത് വെച്ച് ചെയ്തു. പക്ഷേ കറക്റ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ചെറുതായിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. വലുതാക്കിയിട്ട് ഫോണിൽ ആ ഒരു സൈസിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇതുപോലെ പെൻസിൽ ആ ചെത്തിയുടെ ഡിസൈനൊക്കെ ഞാൻ അത് വെച്ചിട്ട് ചെയ്തതാണ്. കറക്റ്റായിട്ടെല്ലാം വരുന്നുണ്ട്. ബാക്കി ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ വരച്ച് ചെയ്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അതിനൊരു പഴയ ഔട്ട്ഫിറ്റായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ കുറേ ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ ചെത്തി എന്നുള്ള പിന്നെ വാടാമല്ലി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ചെത്തി കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നി, അങ്ങനെ ഞാൻ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലാക്കിൻ്റെ പക്ഷേ ആവശ്യം വന്നില്ല കേട്ടോ. ബാക്കി 3 ഞാനിതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നേയും ഞാനൊരു ഹാൻഡ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മുണ്ടിൻ്റെ ഡ്രസ്സിൽ ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ ചെമ്പരത്തിയുടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. കുറേ പേർക്ക് അത് ഇഷ്ടമായി, എൻ്റെ റിവ്യൂസൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനും ഇത് സെക്കൻഡിൽ ഒന്നിങ്ങനെ, ഞാനിത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ഇങ്ങനെ വരച്ച് ഭയങ്കര ഇതൊക്കെ ഉള്ള ഒരാളല്ല, എക്സ്പേർട്ടൊന്നുമല്ല. അപ്പോൾ ഇതും എൻ്റെ ഒരു സെക്കൻഡ് ട്രൈ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ എന്താ തന്നെയാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമ്മളതിന് കൊടുക്കുന്നതല്ല എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ അധികം വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ തന്നെ ഔട്ട്ഫിറ്റിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈനുകളൊക്കെ കണ്ട് എളുപ്പമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ട്രൈ ചെയ്യാം. ഇപ്പോൾ ഭയങ്കരമായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിൽ ഇതേപോലെ ആ ആപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വരയ്ക്കാൻ പറ്റും. അതിനകത്ത് അതിൻ്റെ പൊക്കത്ത് നമ്മുടെ സാരി വെച്ചിട്ട് നല്ല ലൈറ്റൊക്കെ വരും. അപ്പോൾ ട്രേസ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. കുറച്ച് ഞാൻ അതിൽ വെച്ച് പഠിച്ചു, ബാക്കിയെല്ലാം ഇങ്ങനെ ഇതൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ജസ്റ്റ് കൈകൊണ്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു ഹാൻഡ് പെയിൻറ്റിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ അതും കൂടെ കണ്ടു നോക്കൂ കേട്ടോ. ഞാനപ്പോൾ ആദ്യം ഇവിടെ ഇലകളും അതൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് റെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചില സമയത്ത് ഞാൻ റെഡ് കൊടുക്കുമ്പോൾ ഇങ്ങനെ കളറിങ്ങനെ സ്പ്രെഡ് ആവുന്ന പോലെ ഉണ്ട്. അതിൻ്റെ റീസൺ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത്. ചില സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്, ചിലത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ ആ ഗ്രീൻ ലീഫിന് ഞാനൊരു യെല്ലോ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ചില സ്ഥലത്ത് മാത്രം. പിന്നെ ഞാൻ അതുപോലെ ഇത് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ വരച്ചൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പെയിൻറ്റിങ് തീർന്നു കേട്ടോ. ഒരുപാട് സമയം എടുത്തില്ല, എനിക്കൊരു 1 hour അടുത്തേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ വേഗം തീർന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ സെറ്റ് മുണ്ടിലാണ് ചെയ്യുന്നത്. അതായത് മുണ്ടിൻ്റെ താഴത്തെ ആ ഒരു ഭാഗവും പിന്നെ നമ്മുടെ സാരിയിൽ ഫുള്ളും, അതായത് നമ്മൾ ഉടുക്കുന്ന ഫ്ലീറ്റ് എടുക്കുന്ന അവിടെയും ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ത്രൂ ഔട്ട് നമ്മൾ ചെത്തിയുടെ ആ പൂവിൻ്റെ ഡിസൈനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ലീഫിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്തത് ചെത്തിയുടെ പൂവിൻ്റെ ഡിസൈനിലേക്കാണ് പോയിരിക്കുന്നത്. അതിലിങ്ങനെ നമ്മളിങ്ങനെ ക്രോസ് പോലെ മാർക്ക് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കഴിയുന്നുണ്ട്. ഇങ്ങനെ ഡിസൈനിൽ വെച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നും. അപ്പോൾ ഞാനിങ്ങനെ ക്രോസ് ഇട്ട് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
ഞാൻ പൂവിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് ഇങ്ങനെ യെല്ലോ കളറിൽ വെച്ചിട്ട് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ ഭംഗി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൂടെ ട്രൈ ചെയ്തതാണ്. പിന്നെ ഈ ഒരു ഡിസൈനാണ് ഞാൻ സാരിയുടെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഒരു ചെത്തിയുടെ ഓരോ പൂവിൻ്റെ ഓരോ ഡിസൈനായിട്ടുണ്ട് ഞാനിങ്ങനെ സാരിയിൽ ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ട്. മുണ്ടിലോട്ട് ചെയ്യുന്നില്ല, സാരിയിലാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒരു യെല്ലോൻ്റെ വെച്ചിട്ടൊരു ഡോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് ഞാനിത് ഒന്ന് അയൺ ചെയ്തിട്ടുണ്ട്. അതായത് ഇനി അധികം ഇത് പോകാതിരിക്കാൻ, വാഷ് ചെയ്യുമ്പോൾ ഒന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പെയിൻറ്റിങ് ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനിതിന് മുന്നേ ട്രൈ ചെയ്തായാലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ അങ്ങനെ പോയിട്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ നിങ്ങളും യൂസ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് അയൺ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നിന്നോളൂ, ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഡ്രൈപ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് ഞാൻ ഓണത്തിന് ഉടുത്തിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. കമ്മ്യൂണിറ്റിയിലോ എവിടെയെങ്കിലും ഞാൻ പോസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ അതിൽ കണ്ടിട്ട് കൂടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. പിന്നെ മുന്താണിയിലായിട്ട് ഞാനിങ്ങനെ ഫുള്ള് അറ്റത്ത് ഫുള്ളായിട്ട് ഞാനിങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട്. ഇതിപ്പോൾ ഞാനായിട്ട് യെല്ലോൻ്റെ ഡോട്ടൊക്കെ ഇട്ട് ചെയ്യണതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ യെല്ലോൻ്റെ ഡോട്ടൊക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉടുത്തിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓണത്തിന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളും ഒരു ബിഗിനർ ആണെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് നിങ്ങളുടെ തന്നെ ഔട്ട്ഫിറ്റിൽ ഓണത്തിനൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടെ അമർത്തിയിട്ട് ഓളും കൂടെ നിൽക്കണേ, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇനിയും വരുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് നിങ്ങളും നിങ്ങളുടെ ഔട്ട്ഫിറ്റിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ആൻഡ് അഡ്വാൻസ് ഹാപ്പി ഓണം.